ഹായ് ഗായ്സ്, അപ്പോൾ എന്താന്ന് വണ്ടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേറെ എവിടേക്കുമല്ല, നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. കാരണം ഫാമിലി ആയിട്ട് ഒരു സ്റ്റേ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. വയനാട്ടിലേക്കാണ് സ്റ്റേ ചെയ്യണമെന്ന് കരുതിയിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നമ്മളെ വണ്ടി ഇല്ലാത്ത പ്രശ്നവും അതുപോലെ റിസോർട്ടില്ലാത്ത പ്രശ്നവും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നാൽ വൺ ഡേ ട്രിപ്പ് ആക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങളിത് പോകാൻ പ്ലാൻ ചെയ്തത്. നെല്ലിയാമ്പതിക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ പോണ വഴി ഇമ്മ കോട്ട കണ്ടിട്ടില്ല, ആർട്ടെന്ന കോട്ടയും കാണാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു പകുതി വരെ പോയി പോരുക. പിന്നെ ടിക്കറ്റ് എടുത്തിട്ടും കാര്യമില്ല, കാരണം അമ്മക്ക് ഫുള്ള് കാണാൻ വയ്ക്കൂല, നടക്കാൻ വയ്ക്കൂല കരുതിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചു. ഞാൻ ജ്യൂസ് കുടിച്ചു, ബാക്കി എല്ലാവരും ഐസ്ക്രീമാണ് കഴിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളെ യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോണ വഴി വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വെയിലുണ്ടായിരുന്നു നല്ലോണം. പിന്നെ കുറച്ചുള്ളിലേക്ക് എത്തിയപ്പോൾ നല്ല തിരക്ക് തുടങ്ങി, ബ്ലോക്ക് തുടങ്ങി. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് എത്തിയേക്ക് പിന്നെ ഞാൻ വണ്ടി ഓട്ടൽ തുടങ്ങി. പിന്നെ ഈ കണ്ണായിട്ടുള്ള സർക്കസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്തോളം കാണേണ്ടി വരും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പെർമിഷനൊക്കെ വാങ്ങി ഞങ്ങൾ ചുരം കയറൽ തുടങ്ങി. 5 മണിയാകുമ്പത്തേനും തിരിച്ചിറങ്ങണം. ഞങ്ങളിവിടെ ഇരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ പോലെ വണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ബാക്കിലായിരുന്നു അവർ. അപ്പോൾ നമുക്ക് ഒപ്പം പോകാമല്ലോ എന്ന് കരുതിയിട്ട് ചുരം കയറില്ല, അപ്പോൾ ഒപ്പം കയറാമല്ലോ വെച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ പോണ വഴി റോഡൊക്കെ അത്യാവശ്യമൊക്കെ മോശമായിരുന്നു. അതിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ കുറച്ച് സുഖം ഉണ്ടായിരുന്നു ഓട്ടാനൊക്കെ. പിന്നെയും റോഡിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ നല്ല മോശമായിരുന്നു. പിന്നെ പോണ സ്ഥലങ്ങളിൽ കുറേ പേര് നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയൊന്നും ചെയ്തിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് മേലെ പോയിട്ട് കുറച്ച് കണ്ടിട്ട് പോരാന്ന് കരുതി അങ്ങനെ ഇതാവുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നെയ്ച്ചോറും ചിക്കനും ഇങ്ങനെ ജസ്റ്റ് ഗ്രേവി ആക്കിയ പോലെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വണ്ടി വന്ന് നിർത്തുമ്പോഴത്തേനും ഓലൊക്കെ ഇരിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് ഒരു പൊതി ചോറ് വാങ്ങുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു മേലെ എന്തോ കാണാണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ ഞങ്ങൾ കാണാൻ നിന്നില്ല. ഞാനും അജുവും കുട്ടിയും ഉമ്മയും പാടെ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളൊരു ഐസ് ടീ വാങ്ങി. ഒരു രസം ഉണ്ടായില്ല, വാട്ട ചായ, അത്രേ ഉള്ളൂ പറയാൻ പറ്റുക. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഞങ്ങളൊന്ന് ആന നല്ലോണം നോട്ടീസ് ചെയ്തു. ഞങ്ങൾ ബാക്കിലാണ്, ഞങ്ങൾക്കൊന്ന് തിരിയുള്ളൂ ചെയ്തിട്ട് അതിന് മുന്നിലുള്ള കാക്കാൻ്റെറ്റും വണ്ടീനെയാണ് നല്ലോണം നോട്ടീസ് ചെയ്യുന്നു. കാരണം കാക്കാൻ്റെറ്റും വണ്ടിയുടെ നേരെ മുന്നിൽ സൈഡിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറുകയാണ് ചെയ്തത്. അപ്പോൾ നല്ലോണം ഓല ഓട്ടിച്ചു. കാക്ക പിന്നെ നല്ല സ്പീഡിൽ വിട്ടുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇതിപ്പോൾ ഏത് ഡാമാണ്, ഏതൊരു ഡാം വരുന്ന വഴി പോത്തുണ്ടി ഡാമോ അങ്ങനെ ഡാം അതിലേക്കാണ് കയറി. കുട്ടിയുടെ ബാറ്ററി കഴിഞ്ഞു. നിങ്ങൾക്ക് നിന്നാലോ പേടി. ട്രൈ ചെയ്യണ്ടോ? എന്താ സംഭവം, മറ്റോരെത്തിയല്ലോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ലുലു മാൾക്ക് പോയത്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പാർക്കിൽ, കുട്ടികളുള്ളതുകൊണ്ട്. ഞാൻ ഈ ചിരിക്കണ എന്തിനാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കയറി. ഒന്നും വാങ്ങാനല്ലെങ്കിൽ കൂടി ജസ്റ്റ് അല്ലാതെ ഒന്ന് നോക്കി പോരായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഈ ടോയ്സും കാര്യമൊന്നും വാങ്ങണം എന്നുണ്ടായിരുന്നു, ഏതെങ്കിലും ഒന്ന്. പക്ഷേ ഒരു ലൗച്ചിനത്തിന് 1500 2000 അങ്ങനത്തെ റേഞ്ചിലെ റേറ്റ് വരുന്നു. അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ നിന്നില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ മണ്ണാർക്കാട് വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഉമ്മക്ക് ചപ്പാത്തിയും ബീഫുമാണ് വാങ്ങിയത്. ഉമ്മ മന്തി അങ്ങനത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അൽഫാമും മന്തിയാണ് വാങ്ങിയത്. അപ്പോൾ പെരി അൽഫാമാണ് പറഞ്ഞത്, പക്ഷെ വന്നത് ഹണി ചില്ലി അൽഫാമാണ്. അപ്പോൾ ഞാനൊക്കെ കാര്യമായിരുന്നു. അപ്പോൾ ഞാനെയും കൊണ്ട് ആൻറ്റി പുറത്ത് പോയിരുന്നു. അപ്പം ഞാൻ പോയി അവിടെ പോയി ഓളെ പിത്തനേക്കാണ്, ഓൾ എന്നെ നോക്കണില്ല. അപ്പം ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.